ഫെബ്രുവരി മാർച്ച് മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്പലങ്ങളുടെ ഉത്സവങ്ങളുടെ സീസൺ ആണല്ലേ. അപ്പം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഉത്സവമാണ് കേട്ടോ. അപ്പോൾ വരവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയിട്ടു. ഞങ്ങളെ വീട്ടിൽ നിന്ന് നേരെ നോക്കിയാൽ കാണാം, കുറച്ച് നടക്കണം കേട്ടോ. അങ്ങനെ അത് അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ ഒരു കുഞ്ഞു ചെണ്ടക്കാരിരുന്ന് ചെണ്ട കൊട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഒരു ആഘോഷ വരവ് മെയിൻ അമ്പലത്തിലേക്ക് ഉണ്ട്. ഇതിവിടെ മൂലസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് മെയിൻ അമ്പലത്തിൻ്റെ അവിടെ എത്തി ആ വരവും കാത്തിരിക്കാൻ കേട്ടോ. വരവ് ഇവിടെ എത്താനായപ്പോൾ നല്ല പടകമൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താലപ്പൊലിക്കാരൻ നാരങ്ങൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നെ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു പരിപാടിക്ക് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇവരാണ് മെയിൻ കാരണം ഞങ്ങൾ ഈ പരിപാടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവർ രണ്ടുപേരും അടങ്ങുന്ന ഒരു ടീമിൻ്റെ അടിപൊളി കൈകുട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ബേപ്പൂരുള്ള തോട്ടുങ്കൽ അമ്പലത്തിലെ ഉത്സവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലുണ്ടായ ഒരു അടിപൊളി കൈകുട്ടിക്കളിയാണ് കേട്ടോ. ആ രണ്ടുപേരുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഇത്രയും നേരം ഇവിടെ ഇരിക്കാൻ കാരണം വിചാരിച്ചതിലും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവരുള്ളത് കൊണ്ട് എന്തായാലും കണ്ടിട്ടേ പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പരിപാടികൾ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടാവാറുണ്ടോ?